അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള SKSSF വാട്സപ്പ് മീഡിയ SKSF മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ് സഹോദരങ്ങളെ, നമ്മുടെ ഗ്രൂപ്പുകളിൽ എല്ലാ ആഴ്ചകളിലും നടന്നുകൊണ്ടിരിക്കുന്ന തംബീഹി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ, നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച നിസ്കാരത്തെക്കുറിച്ചാണ് നാം കുറിച്ചിരിക്കുന്നത്. നിസ്കാരം, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണവും, ഒരു ദിവസത്തിൽ മൊത്തം നിസ്കാരം 17 റക്അത്താണെന്നും അത് മനുഷ്യൻ മറന്നിരിക്കുന്ന സമയം 17 മണിക്കൂറാണെന്നും അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്, ഫർളാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായിൻ്റെ രാത്രിയിൽ നുബുവത്തിൻ്റെ ശേഷം 10-ാം വർഷം 3 മാസവും കഴിഞ്ഞ് റജബ് 27-ാം രാവിൽ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം എന്നുള്ളത് ഒരു മഹത്തായ അമലാണ്. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുലിഹ അസ്വല. ശാരീരികമായ ആരാധനകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അഫ്ളലായത് അത് നിസ്കാരമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വറമദാനു ഇലാ റമദാൻ മുഗ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദാ ജതുനിബത്തുൽ കബായിർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരം നിസ്കാരം, അതുപോലെ ഒരു ജുമുഅ മറ്റേ ജുമുഅ വരെ, ഒരു റമദാൻ മറ്റേ റമദാൻ വരെ, മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അവകൾക്കിടയിലുള്ള ചെറുദോഷങ്ങളെയെല്ലാം, ചെറുദോഷങ്ങൾക്കത് പ്രായശ്ചിത്തമാണ്. ഇദാ ജതുനിബത്തുൽ കബായിറു, ബന്ധോഷങ്ങൾ ഒഴിവാക്കിയാൽ, വർജിച്ചാൽ. അപ്പോൾ സന്തോഷങ്ങളല്ലാത്ത എല്ലാ ദോഷങ്ങളും ഓരോ നിസ്കാരങ്ങൾക്കിടയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ ഒരു ജുമുഅ മുതൽ മറ്റേ ജുമുഅ വരെ, ഒരു ജുമുഅ നിസ്കരിച്ചാൽ മറ്റേ ജുമുഅ വരെയുള്ള ചെറിയ ചെറിയ അറിയാണ്ട് വരുന്ന പാകപ്പിഴവുകൾ, തെറ്റുകൾക്കെല്ലാം അത് പരിഹാരമാണ്. അതുപോലെ ഒരു റമദാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയോടെ നമുക്ക് കഴിച്ചു കൂട്ടാൻ സാധിച്ചാൽ അത് മറ്റേ റമദാന് വരെയുള്ള ദോഷങ്ങൾക്കെല്ലാം അത് പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ നിസ്കാരം എന്നുള്ളത് അത്രമാത്രം വളരെ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ്. മാത്രമല്ല, ഒരു മുസ്ലിമിൻ്റെയും കാഫിൻ്റെയും ഇടയിൽ വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. അപ്പോൾ മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെ ഇടയിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കലാണ്. അപ്പോൾ നിസ്കാരമില്ലാത്തവൻ മുസ്ലിം അല്ല എന്നുവരെ അഭിപ്രായമുണ്ട്. അവൻ കാഫിറാണെന്നും പറയും. മൻ തറക സ്വലാത്ത ഫഖദ് കഫറ എന്നുമുണ്ട്. എന്നാൽ മഹാനായ നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിറാവില്ലെങ്കിലും നിസ്കാരം ഒഴിവാക്കൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത്, അഥവാ ജായിസാണെന്നോ ഹലാലാണ്, നിസ്കാരം ഒഴിവാക്കാവുന്നതാണ് എന്ന് ഒരാൾ വിശ്വസിച്ച് നിസ്കാരം ഒഴിവാക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രത്തോളം ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ് നിസ്കാരം, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമാണ്.
എല്ലാ സൃഷ്ടികളോടും കാരുണ്യം കാണിച്ച, ദയ കാണിച്ച, മനുഷ്യനെന്നല്ല എല്ലാ ജീവജാലങ്ങളോടും ദയ കാണിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു അസർ നിസ്കാരം ശത്രുക്കൾ കാരണമായിട്ട് പാഴായപ്പോൾ, കേടായി ഒരിക്കലും ദ്വാരക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു ദ്വാരുന്നു, അല്ലാഹുവേ, എൻ്റെ ഈ നിസ്കാരം ഖളാ ആകാൻ കാരണക്കാരായവരുടെ ഖബറിനെ നീ തീയാൽ നിറക്കണമേ എന്ന് കേടായി ദ്വാരുന്നു പോയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ദ്വാരക്കാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത മുത്തുനബി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അത് ചെയ്തു എന്ന് വെക്കുമ്പോൾ നിസ്കാരത്തിന് എത്രമാത്രം ഗൗരവമുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നിസ്കാരം എന്നുള്ള മഹത്തായ ഇബാദത്ത് അത് ചെയ്യൽ നമ്മുടെ മേൽ കടമയാണ്. ഇൻഷാ അല്ലാഹ് നിസ്കാരം ആർക്കെല്ലാം നിർബന്ധമാണ്, അവരാരൊക്കെ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പ്രതിപാദിക്കാം. ഒരൽപ്പം തിരക്ക് ഉള്ളതുകൊണ്ടും ഞാൻ തൽക്കാലം നിർത്തുകയാണ്. യഥാർത്ഥ നിസ്കാരക്കാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആക്കി തീർക്കുമാറാവട്ടെ. ഇൽമില്ലാതെ നിസ്കരിച്ചാൽ, അറിവില്ലാതെ നിസ്കരിച്ചാൽ അതിൻ്റെ സ്വീകാര്യതക്ക് വലിയ കോട്ടം തട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ നിന്നെല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നുവോ അവിടെയൊക്കെയും നാം പഠിച്ചെടുക്കണം. ഇന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണല്ലോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചും കർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും മറ്റ് ഓരോ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മുടെ വാട്സപ്പിലുള്ള നമ്മുടെ SKSF മീഡിയ ഗ്രൂപ്പിലുള്ള അഡ്മിൻസുമാർ പാടുപെടുകയാണ്. അവർ ഇത് ഒന്ന് തയ്യാറാക്കി കിട്ടാൻ, ഇപ്പോൾ ഉദാഹരണം ഈ തംബീഹ് പ്രോഗ്രാം അഡ്മിൻസുമാർ ഉസ്താദന്മാരായിട്ട് ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ക്ലിപ്പുകൾ സ്വീകരിച്ച് അതിനെ എഡിറ്റ് ചെയ്ത് എന്തിനാണിത് അയക്കുന്നത്, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരം കിട്ടിയാൽ അത് ഈ ദുനിയാവിൽ മുഴുവൻ കിട്ടുന്നതിനേക്കാളും വലിയ ഖൈറാണത്, ചെറിയ കാര്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു ചോദ്യം ഉത്തരമെന്ന രീതിയിൽ നിസ്കാരത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തി നടന്നു പോകാൻ പാടില്ല എന്നുള്ള നിലക്ക് ഒരു സന്ദേശം അയച്ചപ്പോൾ പ്രൈവറ്റായിട്ട് എനിക്കൊരുപാട് മറു ചോദ്യങ്ങളുമായിട്ട് ചില ആളുകൾ ആ 40 കൊല്ലം എന്നുള്ളതിനെ ചോദ്യം ചെയ്തിട്ടും, അത് ചോദ്യം ചെയ്തത് വേറൊരു ഗ്രൂപ്പിലേക്ക് അത് പോയി, ആ ഗ്രൂപ്പിൽ നിന്നൊരു പുത്തനാശയക്കാരനാണ് ചോദിച്ചത്. അതുപോലെ തന്നെ മറ്റുള്ളവർ സംശയ രീതിയിൽ ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പലർക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നർത്ഥം. അത് വലിയൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു സമ്പാദിക്കുന്ന വിഭാഗത്തിൽ നാം എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.